ഞങ്ങളെല്ലാം പഠിപ്പിച്ചു, കുട്ടി പഠിക്കുന്നില്ല. ആ കുട്ടി പഠിക്കാത്തതിൻ്റെ പുറകിൽ എന്ത് മെത്തഡോളജിയാണ് ആ ടീച്ചറിന് പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റുക അല്ലേ? അപ്പോൾ എല്ലാ ഇൻ്റലക്ച്വൽ ലെവലിൽ IQ ഹൈ ആയിട്ടുള്ള ഒരു കുട്ടീനെ പഠിപ്പിച്ചെടുക്കുന്ന വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള കമ്പാരിസണും ജഡ്ജ്മെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റും പല രീതിയിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഹോം ഒരു സേഫ് ആക്കാം. ഇതെല്ലാം കഴിഞ്ഞ് അവർ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുള്ള അവരുടെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈം കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. സാധാരണ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴാണ് ഏറ്റവും സ്ട്രിക്റ്റായ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ഇരിക്കുന്നത്. അവിടെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ്. കാരണം അവരാണ് ഫുഡും ഷെൽട്ടറും ഒക്കെ കൊടുക്കുന്നത്, താമസ സൗകര്യമൊക്കെ കൊടുക്കുന്നത്. കുറച്ചുകൂടെ അധികാരം, കാരണം ഞങ്ങൾ വഴിയാണല്ലോ, എന്തോ ഒരു ഓഫറിങ് ആണല്ലോ നമ്മൾ കൊടുത്തേക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അറിയാത്ത ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു പെർമിഷനും ഇല്ലാതെ നമ്മളുടെ സന്തോഷത്തിൻ്റെ മാത്രമായിട്ട് വന്ന കുട്ടികളായിരിക്കും. പക്ഷേ 9 മാസം പ്രസവിച്ച ചുമന്ന കഥ തൊട്ട് തുടങ്ങും. പിന്നെ കഷ്ടപ്പെട്ട കഥകൾ, ഉറക്കം പോയത്, അതേപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അങ്ങനെ തുടങ്ങിയ കഥകൾ ഗിൽറ്റ് മാത്രം കുട്ടികൾക്ക് കൊടുത്ത് പലപ്പോഴും എപ്പോഴും, കാരണം അവരാണല്ലോ അവിടെ വീക്കസ്റ്റ് ആയിട്ടുള്ളത്. കാരണം പേരൻസിനാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും അവർ തമ്മിലൊരു വഴക്കുണ്ടായാൽ പോലും എപ്പോഴും കുട്ടികളുടെ മേലിലോട്ടായിരിക്കും. അവരുടെ ഓഫീസിലെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഫ്രസ്ട്രേഷനും എല്ലാം തീർക്കുന്നതും കുട്ടികളോടായിരിക്കും. പക്ഷെ ഒരു ടൈം ആകുമ്പോഴാണ്, നമ്മൾ കേട്ടിട്ടില്ലേ പല പേരൻസും ചെറുതായിരുന്നപ്പോൾ ഒരു ശല്യവും ഇല്ലായിരുന്നു, ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആയിരുന്നു ഈ കുട്ടി. ഇപ്പോൾ ടീനേജർ ആയി കഴിഞ്ഞപ്പോഴാണ് ഇവൻ മാറ്റം വന്നേ, അല്ലെ ഇവളി മാറ്റം വന്നേ. ഞങ്ങളോട് ഇങ്ങനൊന്നും സംസാരിക്കത്തില്ലായിരുന്നു, എത്ര നന്നായിട്ട് ജീവിച്ച കുട്ടിയാണ്, നിനക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. ഒന്നും പറ്റിയോ നമ്മൾ ചുറ്റിനൊന്നും നോക്കണ്ട, കൂട്ടുകാരെ ബ്ലെയിം ചെയ്യേണ്ട, ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യേണ്ട, ഒന്നും നോക്കണ്ട, നമ്മളിലോട്ട് തന്നെ നോക്കിയാൽ മതി. നമ്മൾ എങ്ങനത്തെ ഒരു പേരൻ്റായിരുന്നോ? ഈ കുട്ടിക്ക് എപ്പോഴെങ്കിലും ജഡ്ജ്മെൻ്റൽ അല്ലാതെ, കമ്പയർ അല്ലാതെ, അല്ലെങ്കിൽ ഡിസ്മിസ്, അതായത് ഇമോഷൻസിനെ എല്ലാം അങ്ങ് ഡിസ്മിസ് ചെയ്യും. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മ ഇന്നിങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്ന് പറയുമ്പോഴേ അപ്പോഴേ ചോദിക്കും, നിൻ്റെ കുഴപ്പമായിരിക്കും, നീ വീട്ടിലും ഇത് തന്നെയല്ലേ ചെയ്യണേ, അവിടെ ചെന്നിട്ടും നീ ഇത് തന്നെയായിരിക്കും, ടീച്ചർ നിന്നെ അടിച്ചെങ്കിൽ കാര്യമായിപ്പോയി, ടീച്ചർ അങ്ങനെ പറഞ്ഞതിന് കാര്യം ഉണ്ടാവും, നീ പഠിച്ചിട്ടുണ്ടാവത്തില്ല. അതേപോലെ മാർക്ക്, റീസെൻ്റ്ലി വന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞാൽ മാർക്ക് 95% ഉണ്ട്. ഉടനെ അമ്മ ചോദിക്കുന്നത് എന്താണ്, ആർക്കാ ഫസ്റ്റ് കിട്ടിയേ, അവർക്ക് എത്രയായിരുന്നു പെർസെൻറ്റേജ്? സ്കൂളും ഒരുപക്ഷെ വീട് കുറച്ചും കൂടെ സേഫ് ആയിരിക്കണം. കാരണം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ക്രൈം ചെയ്താലും എനിക്ക് തിരിച്ച് ഓടി വരാൻ ഈ ലോകത്തിൽ ആരും ഉണ്ടാവത്തില്ല, പക്ഷേ വീടുണ്ടാവണം. അതുകൊണ്ട് ഹോം കുറച്ചും കൂടി സേഫ് ആവണമെന്നാണ്